ഫലസ്തീൻ നഗരം ഒരു ശവപ്പറമ്പായി മാറിയിരിക്കുന്നു. എങ്ങും മനുഷ്യമാംസം ചിന്നിച്ചിതറിക്കിടക്കുന്നു. ആകാശത്ത് നിന്ന് തീമഴ പെയ്യുന്നത് പോലെ മിസൈൽ വർഷിക്കുന്നു. താഴെ ജീവിച്ച് കൊതി തീരാത്ത, അമ്മിഞ്ഞ പാല് കുടിച്ച് മതിയാവാത്ത പിഞ്ച് കുഞ്ഞുങ്ങൾ സ്വന്തം മാറുകൊണ്ട് ആ മിസൈലുകൾ ഏറ്റുവാങ്ങുന്ന കാഴ്ചയാണ് ഇന്ന് നാം ഫലസ്തീനിൽ കാണുന്നത്. പാൽകുടി മാറാത്ത പിഞ്ചു കുഞ്ഞുങ്ങൾ സ്വന്തം മാതാവിനെ തിരയുന്ന കാഴ്ച ആരുടെയും കരളിനെ ഒന്ന് പിടിച്ചു കുലുക്കും. ഫലസ്തീനിലെ കാറ്റ് പോലും കരയുന്നു അഗ്നിക്കിരയായ പിഞ്ചു മക്കളുടെ മാംസത്തിൻ്റെ ഗന്ധം പേറുവാൻ. മനുഷ്യ മാംസം വെന്ത് കരിഞ്ഞ ദുർഗന്ധമായ മണം ആരുടെയും നാസാധോരത്തിൽ തുളച്ചു കയറും. അസഹ്യമായ ദുർഗന്ധം. വിശന്ന് പൊരിഞ്ഞ് അബോധാവസ്ഥയിലേക്ക് പോയ ഒരു പിഞ്ച് മോനെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണുന്നത്. യുദ്ധത്തിൻ്റെ നീതിയും നിയമവും ലംഘിച്ച ചതിയന്മാരായ ഇസ്രായേലുകാരെ എതിർക്കുവാൻ ഒരു രാജ്യവും മുന്നോട്ട് വരുന്നില്ല എന്നുള്ള സത്യം നാം തിരിച്ചറിയുന്നു. ഹിറ്റ്ലറിൻ്റെ ഉരുക്ക് മുഷ്ടിയിൽ ലക്ഷക്കണക്കിന് ഇസ്രായേലികൾ ചത്തൊടുങ്ങിയപ്പോൾ എവിടെയാണ് അഭയം എന്ന് തിരഞ്ഞ് പല രാജ്യങ്ങളിലേക്കും ഓടിക്കൊണ്ടിരുന്ന ഈ ജൂതവംശങ്ങൾ, ഈ ഇസ്രായേലിയർ അവസാനം അഭയം കൊടുത്തതാവട്ടെ ഫലസ്തീനും. ഒരുപക്ഷെ ഹിറ്റ്ലറിന് അറിയാമായിരിക്കാം ശവന്തീനിയായ ഹൈനയുടെ വംശജരാണ് ഈ ഇസ്രായേലി ജൂതന്മാർ എന്ന്. അതുകൊണ്ടായിരിക്കാം അവരെ കൂട്ടത്തോടെ കൊല ചെയ്തത് ഹിറ്റ്ലർ. ഈ കുഞ്ഞുമക്കൾ ചോദിക്കുന്നു, എന്തിന് ഞങ്ങളെ അനാഥരാക്കി? ലോകമേ, ഞങ്ങളുടെ മാതാപിതാക്കളെ ഞങ്ങൾക്ക് തിരിച്ചു തരൂ. ഞങ്ങൾ ജീവിച്ച ഞങ്ങളുടെ സ്വർഗീയമായ ജീവിതം ഞങ്ങൾക്ക് തിരിച്ചു തരൂ. ലോകരാജ്യങ്ങളിലെ കൊണാണ്ടർമാർ എന്ന് വിളിക്കുന്നവർ ഈ ചോദ്യത്തിന് ഉത്തരം കൊടുത്തേ പറ്റൂ.